ഇഗ്നോയുടെ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യുന്ന സമയമായിട്ടുണ്ട്. നമ്മൾ അസൈൻമെൻ്റ് എല്ലാം എഴുതി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആഡ് ചെയ്യേണ്ട 3 പേപ്പേഴ്സ് ഉണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. 2 പേപ്പർ വരുന്നത് ഇവാലുവേഷൻ ഷീറ്റാണ്. ഇത് നമ്മൾ ഫസ്റ്റ് തന്നെ അറ്റാച്ച് ചെയ്യേണ്ട 2 പേപ്പേഴ്സാണ്. അതിൽ വരുന്നത് നമ്മുടെ ഫസ്റ്റ് ടൈം എൻറോൾ നമ്പർ വരും, നമ്മുടെ പ്രോഗ്രാം നെയിം വരുന്നുണ്ട്, അതുപോലെ തന്നെ സ്റ്റുഡൻസ് നെയിം വരുന്നുണ്ട്, കോഴ്സ് കോഡ് വരുന്നുണ്ട്, പിന്നെ നമ്മുടെ റീജിയണൽ സെൻറ്ററിൻ്റെ കോഡ് ഏതാണോ അത് കൊടുക്കുക. ഈ 1403 വരുന്നത് JDTയുടേതാണ് കേട്ടോ. ഇങ്ങനെ 2 ഷീറ്റിലായിട്ട് നമ്മളിത് എഴുതണം. ഇത് കമ്പൽസറിയാണ്, 2 എണ്ണം നിർബന്ധമാണ്. ഒന്ന് ഒഫീഷ്യൽ റൂളിനും ഒന്ന് നമ്മുടെ വാല്യൂഷൻ ടൈമിൽ റെക്കോർഡ് ചെയ്യാനുള്ളതുമാണെന്നാണ് കേട്ടത്. അങ്ങനെ 2 ഷീറ്റ്. പിന്നെ നമ്മുടെ സ്റ്റുഡൻറ്റ് റെക്കോർഡിക്കൽ പേപ്പറുണ്ട്, പേഴ്സണൽ ID ഷീറ്റ് എന്നാണ് ഇത് പറയാറുള്ളത്. ഇതിൽ എൻറോൾ നമ്പർ, നെയിം, ഫോൺ നമ്പർ, അതുപോലെ തന്നെ നമ്മുടെ പ്രോഗ്രാം കോഡ്, കോഴ്സ് ടൈറ്റിൽ, അസൈൻമെൻറ്റ് നമ്പർ, സ്റ്റഡി സെൻറ്റർ കോഡ്, സബ്മിഷൻ ഡേറ്റ്, സിഗ്നേച്ചർ കൊടുക്കുക. ഇതിൽ കോഴ്സ് ടൈറ്റിൽ വരുന്നത് നമ്മുടെ സബ്ജക്റ്റിൻ്റെ നെയിം എന്താണോ അത് കൊടുക്കാം. അസൈൻമെൻറ്റ് നമ്പർ വരുന്നത് നമ്മുടെ എക്സാം ഷീറ്റിലുണ്ടാവും, എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഷീറ്റിലുണ്ടാവും, അത് എഴുതുക. സ്റ്റഡി സെൻറ്ററിൻ്റെ കോഡും കൊടുക്കുക. വൃത്തിയിൽ നീറ്റാക്കിയിട്ട് സബ്മിറ്റ് ചെയ്യാം. ഇത് 3ഉം നമ്മുടെ അസൈൻമെൻറ്റിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യേണ്ടതാണ്. അതായത് അസൈൻമെൻറ്റ് എഴുതി കഴിഞ്ഞതിന് ശേഷം നമ്മൾ പഞ്ച് ചെയ്യുന്ന സമയത്തും ഇതും കൂടെ പഞ്ച് ചെയ്ത് ത്രെഡ് ചെയ്തിട്ട് വേണം നമ്മൾ അതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഈ 3 പേപ്പറും കമ്പൽസറിയാണ്. 2 ഇവാലുവേഷൻ ഷീറ്റ്, ഒരു പേഴ്സണൽ ഡാറ്റ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളിത് പഞ്ച് ചെയ്തതിന് ശേഷം നമ്മൾ റീജിയണൽ സെൻറ്ററിൽ ഇത് സബ്മിറ്റ് ചെയ്യാൻ പോകും. ആ സമയത്ത് നമുക്ക് ഒരു അക്നോളജ്മെൻറ്റ് ഷീറ്റ് തരും. അതാണിത്. ഇത് നമ്മൾ അവിടെ സബ്മിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒഫീഷ്യലായിട്ട് നമ്മളത് അവിടെ സബ്മിറ്റ് ചെയ്തു എന്നറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു റെക്കോർഡാണ്. ഇതിൽ ഫസ്റ്റ് വരുന്ന എൻറോൾ നമ്പർ വരുന്നുണ്ട്, നെയിം ഓഫ് സ്റ്റുഡൻറ്റ് നെയിം എഴുതണം, പ്രോഗ്രാം കോഡ്, പിന്നെ നമ്മൾ എത്ര സബ്ജക്റ്റ് നമ്മൾ സബ്മിറ്റ് ചെയ്തു അസൈൻമെൻറ്റ് അതാണ് ഇവിടെ എഴുതേണ്ടത്. പിന്നെ നമ്മുടെ സിഗ്നേച്ചർ, നമ്മൾ സബ്മിറ്റ് ചെയ്ത ഡേറ്റും, പിന്നെ ഒഫീഷ്യൽസിലും ഡേറ്റ് കവർ ചെയ്യുന്നതാണ്, ഓഫീസിൽ നിന്ന് ചെയ്യുന്നതാണ്, സ്റ്റഡി സെൻറ്ററിൽ നിന്ന് ചെയ്യുന്നതാണ്. എന്നിട്ടിത് നമ്മൾ എന്ത് ചെയ്യണം, എടുത്തു വെക്കണം. അറ്റ്ലീസ്റ്റ് നമുക്ക് റിസൾട്ട് വരുന്ന ടൈമിലേക്കെങ്കിലും ഇത് എടുത്തു വെക്കണം. അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഫോട്ടോ കോപ്പിയെങ്കിലും നമ്മൾ എടുത്തു വെച്ചിട്ട് നമ്മളിത് കീപ്പ് ചെയ്യണം. കാരണം അതർവൈസ് ഇനി എന്തെങ്കിലും ഒരു ഇഷ്യൂ വരുവാണെങ്കിൽ നമുക്കിത് കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇത് പോസ്റ്റ് വഴി ചെയ്യുന്നവരുണ്ട്, അവർക്ക് ഇത് കിട്ടില്ല. ഇത് സ്റ്റഡി സെൻറ്ററിൽ ഡയറക്റ്റ് സബ്മിറ്റ് ചെയ്യുന്നവർക്കുള്ള കാർഡാണ് കേട്ടോ, അക്നോളജ്മെൻറ്റ് ഷീറ്റ് എന്ന് പറയും.